പിന്നെ നമ്മൾ ഇന്നലെ ആണെങ്കിൽ മുംബൈ പോയി കേട്ടോ, ഹാർബറിൽ മീൻ മേടിക്കാൻ. നമ്മളെല്ലാ മാസത്തിലും പോകുന്നത് കേട്ടോ, രണ്ട് മൂന്ന് ഫാമിലി ചേർന്നിട്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്കൂലിയും ഈ മീനും എല്ലാം ഷെയർ ചെയ്ത് നമുക്ക് അത്രയും ചിലവാകത്തില്ല കേട്ടോ. 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 3,500 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മാസത്തെ സുഭിക്ഷമായിട്ട് മീൻ കിട്ടും കേട്ടോ. ഭയങ്കര ലാഭമാണ് ഇവിടെ പോയിട്ട് നമ്മൾ ലേലം ചെയ്ത് മീൻ മേടിക്കുന്നത്. ഈ പ്രാവശ്യം ഒരുപാട് മീൻ കുറവായിരുന്നു. കാരണം ആളും കുറവാണ്. മറ്റേതിനകത്തോട്ട് കാല് കുത്താൻ സ്ഥലം കാണത്തില്ല. പല മീനും കുറവുമാണ്. കാരണം മഴയായി. ഒന്നാമത് പിന്നെ വെക്കേഷനായി, എല്ലാവരും നാട്ടിൽ പോയി. അവർ പറഞ്ഞ് ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ മഴ കഴിഞ്ഞിട്ട് നാരിയൽ പൂർണിമ കഴിഞ്ഞിട്ടേ മീൻ നല്ലോണം ഉണ്ടാകത്തുള്ളൂ. കടലിൽ നമ്മുടെ നാട്ടിലും ട്രോളിങ് ആകത്തില്ല, അതുപോലെ ഇവിടെ നാരിയൽ പൂർണിമ കഴിഞ്ഞിട്ടേ പിന്നെ ഇനി മീൻ കിട്ടത്തുള്ളൂ. അപ്പം ഇനിയിപ്പം നമുക്ക് ഒരു മാസത്തേക്കുള്ള മീൻ നമ്മുടെ ഫ്രീസറിൽ കാണും കേട്ടോ. നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീതം വെച്ച് എടുത്തിട്ട് തരം തിരിച്ച് കവറിനകത്ത് കെട്ടി ഫ്രീസറിനകത്ത് വെക്കും. നമ്മൾ പോകുന്നതിന് മുമ്പേ ഫ്രീസർ നല്ലതായിട്ട് കൂളാക്കി ഇങ്ങനെ ഇട്ടേക്കും, ഐസൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടേക്കും. കൊണ്ടുവന്ന് അന്നേരം തന്നെ വൃത്തിയല്ല, അങ്ങനെ കവറിനകത്ത് കെട്ടി അതിനകത്ത് ഓരോ തരം തിരിച്ച് വെക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഐസ് ഇടും. 2 ദിവസം നല്ലതായിട്ടിരുന്ന് കൂളിംഗ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കേടാകത്തേ ഇല്ല. ഒരു മാസം നമുക്ക് നല്ലതായിട്ടിരിക്കും, ഒരു കുഴപ്പവും പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഫ്രിഡ്ജിനകത്തിരുന്ന മീനിൻ്റെ ചൊവയും ടേസ്റ്റും ഒക്കെ മാറും. നമ്മളിവിടെ മാർക്കറ്റിലുണ്ടല്ലോ പോയി മീൻ മേടിച്ചാൽ ഭയങ്കര വിലയാണ്. വിലയെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തെ വിലയുക. പിന്നെ ടേസ്റ്റ് ഉണ്ടോ, പൈസ കൊടുത്തിട്ട് മിക്കപ്പോഴും നമുക്ക് വയറിന് അസുഖമാണ്. സത്യമാണ്. മീൻ നല്ല പച്ചയായിട്ടായിരിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മട്ടവേ അങ്ങ് മാറും. ചുണ്ടൊക്കെ നമ്മുടെ ഉണ്ടല്ലോ ഇങ്ങനെ തടിച്ചിട്ടുണ്ട്, എന്തോ കെമിക്കലൊക്കെ ഇട്ടിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. പിന്നെ എനിക്കിതെന്ന് പറയുന്നത് ഇതിനകത്ത് കയറിയിട്ടൊന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ പോയാലും ഉണ്ടല്ലോ ഈ സന്തോഷം കിട്ടത്തില്ല. എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. നമ്മൾ വാങ്ങിയത് അതുകൊണ്ട് ആ കൂലി കേട്ടോ, അതിന് 350 രൂപയേ ഉള്ളൂ, അത്രയും. വേറെ ആരും വാങ്ങിയില്ല, അത് നമ്മൾ മാത്രമാണ് വാങ്ങിയത് കേട്ടോ. പിന്നെന്തോ ആകെ ഉള്ളതെന്നറിയാമോ, എനിക്ക് പൊടിമീനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിവിടെ കിട്ടാനില്ല. മത്തിയില്ല, കുറിച്ചിയില്ല, പിന്നെ നമ്മുടെ എന്തുവാ മുള്ളന, അതൊന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ. പിന്നെ വാള മീനെല്ലാം കിട്ടും. വേറെ ഐറ്റംസ് ഒരുപാട്, കൊഞ്ച് അങ്ങനെയൊക്കെ കിട്ടും. ഈ പ്രാവശ്യം കൊഞ്ച് കുറവായിരുന്നു, നമ്മൾ കുറച്ച് കൊഞ്ച് വാങ്ങി. പിന്നെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതൊന്നും കാണിക്കാൻ ഞാൻ വീഡിയോ എടുത്തില്ല. അടുത്ത പ്രാവശ്യം ഇടാം കേട്ടോ.